അസുരന്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. രുദ്രൻ ഒന്നും മിണ്ടാതെ ചിരിയോടെ അവളുടെ അടുത്ത് വന്നു. ആദ്യമായിട്ടാ ഒരു പെണ്ണിന്റെ നേർക്ക് ഒന്നും മിണ്ടാതെ ഈ രുദ്രൻ പോകുന്നത്. ആ നിന്നെ കണ്ട് പേടിച്ചിട്ടല്ല. രുദ്രൻ എടുത്തോളാം. എന്നാ മോളെ ഞാൻ പോട്ടെ. രുദ്രൻ അവളുടെ മുക്കുന്നുമ്പിൽ പിടിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് പോയി. അവൾ ആ വൃദ്ധന്റെ തുണിയൊക്കെ നേരെയാക്കിക്കൊണ്ട് അയാൾ ഇരുത്തി. അയാൾ കണ്ണീരോടെ കൈകൾ കൂപ്പിക്കൊണ്ടിരുന്നു. കുട്ടിയെ, അയാൾ കൊട്ടാരത്തി ചെക്കനാ. ഇനി എന്തൊക്കെ കാണാൻ പോകുന്നാവോ? ശിവ ശിവ, ഒരു പ്രായം ചെന്ന സ്ത്രീ പറഞ്ഞു. പിന്നെ ദേവേന്ദ്രൊന്നും അല്ലല്ലോ, കോർട്ട് നിയമവും ഇവിടെ ഉണ്ടല്ലോ, അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. ഉണ്ട് മോളെ, പക്ഷെ അതുപോലും ഇയാൾ അനുവാദം കൊടുത്താൽ മാത്രമേ പ്രവർത്തിക്കൂ. കോടതിയും പോലീസും എല്ലാം ഇവരുടെ കരവലയത്തിലാണ് മോളെ. നിന്നെ അവൻ ഇപ്പോൾ വെറുതെ വിടുന്നെങ്കിൽ നിനക്കുള്ള 8ന്റെ പണി പുറകെ വരുന്നുണ്ടെന്നർത്ഥം. സൂക്ഷിച്ച മോളെ, പേടിയോടെ ആ സ്ത്രീ പറഞ്ഞു. ഓ പിന്നെ എന്റെ മേൽവിലാസം എല്ലാം അറിഞ്ഞില്ലേ പോണേ? പിറുവിറുത്തോണ്ട് അവൾ സീറ്റിലിരുന്നു. അതേസമയം രുദ്രൻ ദേഷ്യത്തിൽ വീടിന്റെ മുന്നിൽ ബുള്ളറ്റ് ചവിട്ടി. രുദ്രൻ ബുള്ളറ്റിൽ നിന്ന് ചാടിയിറങ്ങി മുന്നിൽ നിന്ന രാവിലെ തടഞ്ഞ ജോലിക്കാരനെ അടിച്ചു. പന്ന മോനെ, നീ തടഞ്ഞപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെ വരുമെന്ന്. ഇനി മേലാൽ എന്റെ കൺമുന്നിൽ വന്നാലുണ്ടല്ലോ, രുദ്രൻ അയാളുടെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ പേടിയോടെ കൈകൾ കൂപ്പി. രുദ്രൻ ഒന്നും മിണ്ടാതെ അയാളെ തള്ളിക്കൊണ്ട് അകത്ത് കയറി. അകത്ത് കയറിയതും പുരുഷത്വം നിൽക്കുന്നതുകൊണ്ട് പുച്ഛത്തോടെ രുദ്രൻ പോകാൻ നിന്നു. അച്ഛന്റെ പ്രായമുണ്ടല്ലോ, നീ തല്ലിയത് മോശമായിപ്പോയി, പുച്ഛത്തോടെ പുരുഷത്വം പറഞ്ഞു. അതിന് സ്വന്തം അച്ഛനെ പോലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല, പിന്നെ അല്ലയോ വല്ലവനും ഞാൻ റെസ്പെക്ട് കൊടുക്കാൻ? നീ എനിക്ക് കൊടുക്കണ്ട, അത് പണ്ടേ ഇല്ലല്ലോ, അതിന് എനിക്ക് സങ്കടവുമില്ല. പക്ഷെ മോനെ, നീ ഇപ്പോൾ തല്ലിയത് എത്ര കൊല്ലം ഈ വീടിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും വിശ്വാസത്തോടെ ഇരിക്കുന്നു എന്ന് നിനക്കറിയോ? നമ്മൾ കഴിഞ്ഞ് അയാൾക്കാരുള്ളൂ, അത് നീ മറന്നു. ഓ പിന്നെ, എന്നാ അച്ഛൻ പോയി പാദപൂജ ചെയ്യേ, എനിക്ക് സമയമില്ല, ഉപദേശിക്കാൻ വന്നേക്കുന്നു. രുദ്രൻ ദേഷ്യത്തിൽ അകത്തുപോയി. രവീന്ദ്രൻ തന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കൊട്ടാരത്തിലെ വിശ്വാസ ജോലിക്കാരൻ, എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് ചെയ്യുന്നവൻ. ഈശ്വരി പോലും അയാളുടെ നേർക്ക് കൈ ചൂണ്ടില്ല. അത്രമേൽ ബഹുമാനം ആ ജോലിക്കാരന് കൊടുത്തിട്ടുണ്ട്. പുരുഷോത്തമൻ രവീന്ദ്രന്റെ അടുത്ത് പോയി. അവനെ അറിയാലോ, ഒന്നും വിചാരിക്കരുത്. പുരുഷോത്തമൻ ക്ഷമാപണം നടത്തി. അയ്യോ സാറേ, അരുത്. പുരുഷോത്തമന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് രവീന്ദ്രൻ പറഞ്ഞുകൊണ്ട് വേദനയോടെ പോയി. രാവിലെ എല്ലാവരും ഹാളിലിരിക്കുന്നു. മാഡം, ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ഈശ്വരി നിവർന്നു നോക്കി. എന്താ കുമാരി? ഈശ്വരി ഗൗരവത്തിൽ ചോദിച്ചു. മാഡം, ഇവൾ ദശ രുദ്രൻ സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാ, പേടിയോടെ കുമാരി പറഞ്ഞു. എല്ലാവരും ദശയെ അടിപിടി നോക്കി. ആരും ഒരു നോക്ക് കണ്ടുപോകും. ഓമനത്വം നിറഞ്ഞ മുഖം. മോളുടെ സ്ഥലം ഏതാ? പുരുഷോത്തമൻ ചോദിച്ചു. ആലപ്പുഴ. ദശമല്ലേ മറുപടി കൊടുത്തു. കുമാരി, കുട്ടിക്ക് അത്ര പ്രായമില്ലല്ലോ, രുദ്രന്റെ കാര്യം നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈശ്വരി തന്റെ അനിഷ്ടത്തിന് പ്രകടിപ്പിച്ചു. ശരിയാ മമ്മ, ബ്രോ അസുരനാ, ഈ കുട്ടിയെ കൊണ്ടാകില്ല. വേണ്ട മമ്മ, പാവം കൊച്ചി, ഗൗതം സഹതാപത്തോട് പറഞ്ഞു. കുട്ടി, ഇവിടെ ജോലിക്ക് ആവശ്യമുണ്ട്, പക്ഷെ കുട്ടി ഇവിടെ പറ്റില്ല, കുട്ടിക്ക് പോവാം, ഈശ്വരി ഗൗരവത്തിൽ പറഞ്ഞു. ആ സമയം ഷർട്ട് കൈ മടക്കിക്കൊണ്ട് സ്റ്റെപ്പിൽ നിന്നിറങ്ങി വരുന്ന രുദ്രനെ കണ്ട് ദശയുടെ കിളി അവളിൽ നിന്ന് പാറിപ്പറന്ന് തിരിഞ്ഞോക്കാതെ പോയി. രുദ്രനെ കണ്ടതും ഭൂമി ഒന്ന് പിളർന്ന് താഴോട്ട് പോയപോലെ തോന്നി. രുദ്രൻ അവളെ നോക്കിക്കൊണ്ട് സ്റ്റെപ്പിൽ നിന്നിറങ്ങി. ബെസ്റ്റ്, ജോലി പോയി, ഇനി നിന്നിട്ട് കാര്യമില്ല, കർമ്മഫലം അനുഭവിക്കുക, പണ്ട് ആരോ പറഞ്ഞ ഓർമ്മയുണ്ട്. ദശ പിറുവിറുത്തോണ്ട് തിരിഞ്ഞു. ഹലോ, ഒന്ന് നിന്നേ, രുദ്രൻ വിളിച്ചുകൊണ്ട് ഈശ്വരിയുടെ അടുത്ത് വന്നു. ദശ തിരിയാതെ അങ്ങനെ നിന്നു. ഒന്ന് തിരിഞ്ഞേ, രുദ്രൻ പിന്നെയും ആവശ്യപ്പെട്ടു. ഗുരുവായൂരപ്പ, കഥ കഴിഞ്ഞു, എന്തൊക്കെ ആങ്കാരമായിരുന്നു. ദശ കണ്ണോടെ ചെയ്യുന്നു.
മോനെ, ആ കുട്ടി പോട്ടെ, ജോലിക്ക് വന്നതാ, വേണ്ടെന്ന് പറഞ്ഞു വിട്ടു. ഈശ്വരി രുദ്രനെ തടഞ്ഞു. തിരിയടി പന്ന പുന്നാര മോളെ. രുദ്രൻ അതൊന്നും കേൾക്കാതെ ഗർജിച്ചു. ആ ഹാളിൽ അവന്റെ ശബ്ദം മുഴങ്ങി. ജോലിക്കാർ നിശ്ചലരായി നിന്നു. ദശ പേടിയോടെ കണ്ണുകൾ അടച്ചുകൊണ്ട് തിരിഞ്ഞു. മാമ, ഇവളെ നോക്ക്, ജോലിക്കെടുക്കാം. എന്റെ കാര്യങ്ങൾ ഇവൾ നോക്കിയാൽ മതി. രുദ്രൻ അവളെ അടിപിടി നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. മോനെ, വേറെ എക്സ്പീരിയൻസ് ഉള്ള ജോലിക്കാരിയെ നോക്കിയാൽ പോരെ? ഇവൾക്കത്ര എക്സ്പീരിയൻസ് ഇല്ല. ഈശ്വരി രുദ്രനെ നോക്കി ചോദിച്ചു. നോ, എനിക്ക് ഇവളെ മതി. രുദ്രൻ തർപ്പിച്ചു പറഞ്ഞു. എന്നാ അങ്ങനെയാട്ടെ. കുമാരി, അവൾക്കുള്ള ജോലി എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്ക്. താമസിക്കുന്ന സ്ഥലവും കാണിച്ചു കൊടുക്ക്. ഈശ്വരി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് തന്റെ മുറിയിൽ പോയി. കൂടെ പുരുഷോത്തമനും. എന്നാ കുട്ടിയെ, ആൾ ദ ബെസ്റ്റ്. ജീവൻ അതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. ഗൗതം കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പോയി. അപ്പോൾ കാണേണ്ടി വരില്ല, ദശ പറഞ്ഞുകൊണ്ട് രുദ്രനെ നോക്കി. രുദ്രൻ മീശ മുറിക്കൊണ്ട് അവളുടെ അടുത്ത് വന്നു. കുമാരി അവരെ നോക്കി നിൽക്കുന്നതുകൊണ്ട് രുദ്രൻ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി. അതുകൊണ്ട് ഭയത്തോടെ കുമാരി പോയി. ലോകം ഉരുണ്ടതാന്ന് ആരോ പറഞ്ഞത് എത്ര സത്യമാണല്ലേ? കഴുത്തിൽ തടയിക്കൊണ്ട് ചിരിയോടെ രുദ്രൻ ചോദിച്ചു. അങ്ങനെ ഒരു അബദ്ധം ഈശ്വരന് പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ദശയുടെ ആത്മകഥം അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തു വന്ന് ഉച്ചത്തിലായി. ഏയ്, രുദ്രൻ അവളുടെ അടുത്ത് തന്റെ കാതിനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. സാറേ, ബസ്സിലൊരു അബദ്ധം കാണിച്ചുപോയി, നാട്ടിക്കരുത്. തിരിച്ചടി കിട്ടുമെന്ന് ഒട്ടും കരുതിയതല്ല. സോറി. ദശ കൈകുമ്പിട്ടുകൊണ്ട് ക്ഷമാപണം നടത്തി. രുദ്രൻ അലറിച്ചിരിച്ചുകൊണ്ട് പുറത്തുപോയി. ഈ ചിരിയിൽ എന്തോ ഒരു ഉൾക്കുത്തുണ്ടല്ലോ. ആ, നോക്കാം. കുമാരി അവളെയും വിളിച്ച് പുറത്തു കൊണ്ടുപോയി. എന്താ കൊച്ചേ രുദ്രൻ മോൻ പറഞ്ഞത്? കുമാരി പേടിയോട് ചോദിച്ചു. ദശ നടന്ന എല്ലാ കാര്യങ്ങളും കുമാരിയോട് പറഞ്ഞു. എന്റെ ഈശ്വര! കുമാരി തലയൊക്കെ വെച്ച് തറയിൽ കുത്തിയിരുന്നു. ഞാൻ കരുതിയില്ല അയാളുടെ മുന്നിൽ തന്നെ പോയി ചാടുമെന്ന്. ആരെങ്കിലും വിചാരിച്ചു? പറ്റിപ്പോയി ചേച്ചി, ദശ ആദിയോടെ പറഞ്ഞു. ശരി മോളെ, നിനക്ക് ഇനിയും സമയമുണ്ട്. നീ നിന്റെ നാട്ടിലോട്ട് തന്നെ മടങ്ങിപ്പോ. ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട. രുദ്രൻ, അവന് ഹൃദയമില്ല, കല്ലിന്റെ ഹൃദയമാണ്. നിന്നെ ജോലിക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പ് മോളെ. മനസ്സിലെന്തോ കരുതി ഉറപ്പിച്ചെന്നതാണ്. മോൾ പോ, ജീവനോടെ കത്തിച്ചീന്നും ആ ദുഷ്ടൻ. കുമാരി ദശയെ നോക്കി പറഞ്ഞു. ഇല്ല ചേച്ചി, ഞാൻ പോവില്ല. ഈ ശമ്പളം ഒരിടത്തും കിട്ടില്ല. അത്ര നല്ല ശമ്പളമാണ്. എന്നെ വിശ്വസിച്ച് എൻ്റെ അച്ഛൻ കഴിയുന്നു. അച്ഛൻ്റെ ഓപ്പറേഷൻ, മരുന്ന്, ഇതിനൊക്കെ പണം വേണം. എൻ്റെ അച്ഛൻ ഒന്ന് എഴുന്നേറ്റ് നടന്നു കാണും എനിക്ക്. ദശ വേദന കലർന്ന പുഞ്ചിരി കൊടുത്തു. മോളെ, അതിന് നിനക്ക് ജീവൻ വേണം. ഇവൻ നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും, ഉപദ്രവിക്കും. അവൻ്റെ മനസ്സിൽ ശത്രുത വന്നാൽ തീർന്നു. പേടിയോടെ കുമാരി പറഞ്ഞു. സാരമില്ല, ഞാൻ ചത്താലും എൻ്റെ അച്ഛൻ രക്ഷപ്പെടുമല്ലോ, അത് മതി. ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ എൻ്റെ അച്ഛൻ്റെ വയറ് നിറയൂ. ദശ കണ്ണുകൾ തുടച്ചു. ആ, എൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ? ദശ കുമാരി നോക്കി ചോദിച്ചു. ഇവിടെ അടുക്കളയിൽ തന്നെ 15 പേരുണ്ട് പണിക്ക്. നിന്റെ പണി രുദ്രമോൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നതാണ്. ഇതിനു മുന്നേ ഇരുന്ന് ചേച്ചി ക്രമം തെറ്റി പ്രാതൽ കൊടുത്തു എന്ന പേരിൽ പിരിച്ചുവിട്ടതാ. ആ തെറ്റ് മോൾക്ക് വരാൻ പാടില്ല. ടൈം ടേബിൾ ലിസ്റ്റ് തരാം. നല്ലതുപോലെ പഠിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ, കുമാരി പറഞ്ഞു. ദശ തലയാട്ടി. രുദ്രൻ തന്റെ ഗസ്റ്റ് ഹൗസിൽ ആർക്കോ വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഒരു കാർ വന്ന് മുറ്റത്തിൽ നിന്നു. രുദ്രൻ ചിരിയോടെ എഴുന്നേറ്റ് ഡോർ തുറന്നു. കാറിൽ നിന്ന് അഭിലാഷ് ഇറങ്ങി. പുറകെ സീറ്റിൽ നിന്ന് അതിസുന്ദരി കൂടി ഇറങ്ങി. അവളെ കണ്ടതും രുദ്രൻ വഷളം ചിരിച്ചു. രുദ്ര, എന്താടോ വാ വിളിച്ചു നിൽക്കുന്നേ? എന്റെ മാമനല്ലയോ നീ എനിക്ക്? രുദ്രൻ അവിയുടെ വയറ്റിലിടിച്ചുകൊണ്ട് ചിരിയോടെ ചോദിച്ചു. ആ, നിനക്ക് കൂട്ടിക്കൊടുക്കുന്ന പണി എൻ്റെ കെട്ടുകൾ അറിഞ്ഞാൽ അതോടെ തീർന്നു. എൻ്റെ ജീവിതം പിന്നെ ഡോ നിൽക്കും, അഭിലാഷ് പറഞ്ഞു. കെട്ടിയോൾ പോയാൽ പോട്ടെ, നമുക്കിതുപോലെ 1000 എണ്ണത്തിന് കളിപ്പിച്ചടക്കാം. അതല്ലേ ഒരു ത്രില്ലി. എന്നും ഒരേ ആഹാരം തിന്നുന്നതിൽ നല്ലതല്ലയോ ഇത്? രുദ്രൻ അഭിലാഷിനെ നോക്കി ചോദിച്ചു.
അയ്യോ സ്വാമി, എനിക്ക് ഒരേ ആകാരം മതിയേ. നിന്നെപ്പോലെ എനിക്കാകാൻ പറ്റില്ല. നീയായിട്ടിരിക്കേ, ഞാനായിട്ടിരിക്കാം. അതാ എനിക്കും നിനക്കും ഈ നാട്ടിന് നല്ലത്. അഭിലാഷ് കുമ്പിട്ടുണ്ട് അവളെ രുദ്രൻ്റെ അടുത്ത് വിട്ടുകൊണ്ട് കാറിൽ കയറി. അവൾ വശീയതയോടെ ചിരിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം അകത്തേറി ഡോർ അടച്ചു. തുടരും.